പ്രാങ്ക് കോൾ ജീവൻ എടുത്ത കഥ. സോഷ്യൽ മീഡിയയിലും ടിവിയിലും ഒക്കെ വരുന്ന പ്രാങ്ക് വീഡിയോസും റേഡിയോയിൽ വരുന്ന പ്രാങ്ക് കോൾസും ഒക്കെ നമ്മൾ ആസ്വദിക്കാറില്ലേ? ഒരാൾ പറ്റിക്കപ്പെടുന്നതും ചമ്മുന്നതും ഒക്കെ കാണാൻ നല്ല രസമല്ലേ? എന്നാൽ ഒരു പ്രാങ്ക് കോൾ ഒരു ജീവൻ എടുത്ത കഥ പറയട്ടെ. 100 Days 100 Stories Day 71. 2012 ഡിസംബർ 2 ബ്രിട്ടീഷ് രാജകുമാരൻ പ്രിൻസ് വില്യമിന്റെ ഭാര്യ കാതറിൻ എലിസബത്ത് പ്രഗ്നന്റ് ആയതുകൊണ്ട് ലണ്ടനിലെ കിങ് എഡ്വേർഡ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഡിസംബർ 4 രാവിലെ 5:30 മണിക്ക് അന്നവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹെഡ് നേഴ്സ് ഇന്ത്യക്കാരിയായ ജസീന്ത സൽദാനയ്ക്ക് ഒരു കോൾ വരികയാണ്. ഫോണിന്റെ മറുതലക്കൽ സാക്ഷാൽ എലിസബത്ത് രാജ്ഞിയാണ്. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് തന്റെ ചെറുമകളായ കേറ്റിനോടൊന്ന് സംസാരിക്കണം എന്നതാണ് ആവശ്യം. ഒട്ടും തന്നെ സമയം പാഴാക്കാതെ പ്രിൻസസ് കാതറിന്റെ മുറിയിലേക്ക് ജസീന്ത ആ കോൾ കണക്ട് ചെയ്തു. എലിസബത്ത് രാജ്ഞിയുടെയും ചാൾസ് രാജകുമാരന്റെയും ശബ്ദം അനുകരിച്ചുകൊണ്ട് രാജകുടുംബത്തിന്റെ ഹോസ്പിറ്റൽ വിവരങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ട് മേൽ ഗ്രേഗ്, മൈ ക്രിസ്ത്യൻ എന്നീ 2 ഓസ്ട്രേലിയൻ റേഡിയോ ജോക്കികൾ നടത്തിയ പ്രാങ്ക് കോൾ ആയിരുന്നു. ഡിസംബർ 5 ആ പ്രാങ്ക് കോളിന്റെ റെക്കോർഡിംഗ്സ് റേഡിയോയിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുകയും ദ റോയൽ കോമഡി എന്ന പേരിൽ ട്വിറ്ററിൽ അക്കാലത്ത് വലിയ ട്രെൻഡിങ് ആവുകയും ചെയ്തു. എന്നാൽ അതിന്റെ പഴി മുഴുവനും കേൾക്കേണ്ടി വന്നത് കോൾ കണക്ട് ചെയ്ത ജസീന്ത സൽദാന എന്ന ഡ്യൂട്ടി നേഴ്സിനായിരുന്നു. ആശുപത്രി അധികൃതർ അവരോട് വിശദീകരണം ആവശ്യപ്പെട്ടു. ഇതിൽ മനംനൊന്ത് ഒരു മരണക്കുറിപ്പും എഴുതി വെച്ച് അവർ ജീവനൊടുക്കി. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. എന്നാലും ക്ലിനിക്കൽ ഡിപ്രഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരാളുടെ മാനസികാവസ്ഥ നമുക്കൊട്ടും ഊഹിക്കാൻ പറ്റില്ല. പ്രാങ്ക് കോൾസും പറ്റിക്കുന്നതും കാണാനും കേൾക്കാനും രസമാണ്. പക്ഷേ പറ്റിക്കപ്പെടുന്നവർക്ക്, പ്രാങ്ക് ചെയ്യപ്പെടുന്നവർക്ക് അതെല്ലാം എപ്പോഴും ആസ്വദിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല.